ഞാൻ നോക്കുമ്പോഴേ ആദ്യമായിട്ട് സ്ക്രീൻ നിറച്ച് ഞാൻ ലാൽ സാർ ഇങ്ങനെ സ്ലോ മോഷനിൽ നോടാൻ നിന്നപ്പോൾ തൊട്ടടുത്ത് ഞാനാണ് നിൽക്കണത്. എനിക്ക് എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. കാര്യം എൻ്റെ കയ്യിലിരുന്ന പേപ്പറൊക്കെ വലിച്ചിങ്ങനെ എറിഞ്ഞിട്ട് ഞാൻ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. നന്നായിട്ട് തന്തയ്ക്കും അമ്മയ്ക്കും വിളി കേട്ടു. ആൾക്ക് ഇത്രയും സങ്കടമുള്ള സീനിൽ മുന്നോടി വേണം സാർ മരിച്ചു കിടക്കുന്ന എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ കാണിച്ച സന്തോഷത്തിൽ പറഞ്ഞ് കാണിച്ചേനെ. 24 തവണ ചവച്ച ഒരു ഫുഡ് കഴിക്കാവോ നോക്കിയപ്പോ നെക്സ്റ്റ് കട്ട് 24 പ്രാവശ്യം ചവയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഒരുത്താൻ ചവച്ചിട്ടേ എണ്ണം തെറ്റിട്ട് തുപ്പിയിട്ടുണ്ട് ഇവൻ. ഇന്ദ്രൻസ് ചേട്ടന് ആദ്യമായിട്ട് കാണുന്നത് സ്പടികത്തിൽ മൂപ്പര് കോസ്റ്റ്യൂമറാണ്. കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയും, കോസ്റ്റ്യൂമർ എന്ന് പറയും, കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു. അങ്ങനെ ചെറിയ സിനിമകളിൽ ഇന്ദ്രൻസ് ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ദ്രൻസ് ചേട്ടൻ വലിയ സ്റ്റാറാണ്. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എന്നെ അറിയാമെന്ന് വെച്ചാൽ നിന്നെ മറക്കാൻ പറ്റൂടെ, എത്ര പ്രാവശ്യം അളവെടുത്തതാണ്. അന്ന് സ്പടികത്തിൽ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞാൽ നടക്കില്ല, അല്ലെങ്കിലേ പഠിക്കാൻ മോശം, ഞാൻ അഭിനയം കൂടി പോയി കഴിഞ്ഞാൽ അതും കൂടി ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു. എന്താ പറയുക, ഞാനന്ന് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു, താങ്കൾക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. കോളേജിൻ്റെ ഫ്രണ്ടിൽ പടം 25ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ പോസ്റ്റർ ഒട്ടിക്കും. അപ്പം എൻ്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് ആ പോസ്റ്ററിൽ വരുന്നത്. കറക്റ്റ് അവിടെ മാത്രം ചാണകം തേച്ച് വെച്ചിരിക്കും. അതാരായിരിക്കും? ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഞങ്ങളൊക്കെ കണ്ടു വളർന്ന വലിയ സിനിമാ ഭ്രാന്തനാണ് പുള്ളി. സിനിമ ചേർത്ത നന്നായി.